താരം ലിയോണൽ മെസ്സി കേരളത്തിൽ വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. മെസ്സി കേരളത്തിലേക്ക് വന്നാൽ കായിക മേഖലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി ന്യൂസ് മലയാളത്തോട്. യുവതലമുറയെ കായിക രംഗത്തേക്ക് കൊണ്ടുവരാൻ അത് പ്രചോദനമാകുമെന്നും ഒ.ജെ. ജനീഷ് കൂട്ടിച്ചേർത്തു. മെസ്സി വരണമെന്ന് കേരളത്തിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ ആഗ്രഹിക്കുന്നത് അത് അവരുടെ ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്പോർട്സ് രംഗത്ത് പിന്നെ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന്, കൂടുതൽ ചെറുപ്പക്കാരൊക്കെ കടന്നു വരുന്നതിന്, കായികമായ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നതിനൊക്കെ അത്തരത്തിലുള്ള റോൾ മോഡൽസൊക്കെ ഉപയോഗിക്കപ്പെടുന്ന തെറ്റൊന്നുമില്ല. ഞാൻ കണക്കാക്കുന്നത് വന്നാൽ നല്ലതായിരുന്നു എന്ന് തന്നെയാണ്. കായിക മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കും, പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാകാറില്ല, പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കാറില്ല. ഇപ്പോൾ പലതും ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒക്കെ ഒരു പോളിസി മാറ്ററിലൊക്കെ ഒരു ഡിഫറൻസ് വരുത്തണം. 2 ദിവസങ്ങളിൽ എന്തായാലും 100 ഡേയ്സുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നടപ്പാക്കാൻ സാധിക്കുന്ന പ്രപ്പോസൽ സർക്കാരിന് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പോകും. സനീറ്റ ചേരുന്നുണ്ട്. സനീറ്റ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കായിക വകുപ്പിലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായ വിഷയമായിരുന്നു മെസ്സി വരുമോ ഇല്ലയോ എന്ന് തുടങ്ങി. പിന്നീട് കായിക വകുപ്പ് മന്ത്രിക്ക് പോലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ട്രോളിന് അവസരം കൊടുക്കാൻ വയ്യ എന്ന രീതിയിൽ പിന്മാറുന്ന ഘട്ടം പോലുമൊക്കെ ഉണ്ടായി. അപ്പം ഇന്നലെ ഒ.ജെ. ജനീഷ് അദ്ദേഹം നമ്മുടെ ലീഡേഴ്സ് മോർണിംഗ് വന്നപ്പോൾ ഞാനും ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മന്ത്രിക്ക് ഇനി അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യവും, ആഗ്രഹമില്ലായ്മയൊന്നും ഇല്ല, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഈ ഘട്ടത്തിൽ വാഗ്ദാനമൊന്നും കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു. എന്താണ് പുതിയ കായിക മന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകൾ? ഗുഡ് മോർണിംഗ് സേതു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനങ്ങളും അല്ലെങ്കിൽ കായിക വകുപ്പിനും കായിക മന്ത്രിക്കും വലിയ പരിഹാസങ്ങളും ഏൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്തരത്തിൽ മെസ്സിയെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ വാർത്ത. ഇതിന് വലിയ വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ചുമതലയേറ്റ കായിക മന്ത്രി ഒ.ജെ. ജനീഷ് നമ്മളോട് വ്യക്തമാക്കുന്നത് മെസ്സി കേരളത്തിലേക്ക് എത്തിയാൽ അത് കേരളത്തിന് ഗുണകരമാകും, കേരളത്തിലെ യുവതലമുറയ്ക്ക് അത് വലിയ പ്രചോദനമാകും. അത്തരം കേരളത്തിൽ മെസ്സി എത്തിക്കുന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്, അത് താൻ സ്വാഗതം ചെയ്യുന്ന കാര്യമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം എന്തായാലും ഉന്നത വകുപ്പ് മേധാവികളുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇത്തരത്തിൽ ചുമതലയേറ്റതിനു ശേഷമായിരുന്നു വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തിയത്. അതിൽ പ്രധാനമായും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, മേധാവികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കായിക വകുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കായിക വകുപ്പിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമല്ല, അത് നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ വലിയ സ്റ്റേഡിയങ്ങൾ പണിയുന്നു അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള ഒരു ക്രമീകരണങ്ങൾ നടത്തുന്നില്ല. ഇതിന് മുൻകൈ എടുക്കുമെന്നാണ് ഒ.ജെ. ജനീഷ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കായിക രംഗത്ത് നിന്നും വിട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കും, അവരെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള പദ്ധതികൾ രൂപീകരിക്കും. സ്പോർട്സ് കൗൺസിലുകളിലെ ഹോസ്റ്റലുകളിലെ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകുവാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്നാലും പ്രധാനമായും പറയുന്നത്, ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്ന ഈ മെസ്സിയുടെ കാര്യത്തിൽ താൻ വ്യക്തിപരമായി പ്രതികരിക്കുകയാണ്. വ്യക്തിപരമായി മെസ്സി കേരളത്തിലേക്ക് എത്തുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അതിൽ വിമർശിക്കാനൊന്നുമില്ല. ഇത്തരത്തിൽ കായിക രംഗത്തുള്ള കുട്ടികളെ മാത്രമല്ല, നമ്മുടെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ അദ്ദേഹം മാത്രമല്ല, ജനീഷ് ഒരു സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുകൂടിയാണ്, കായിക മേഖലയെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുകൂടിയാണ്. സ്വാഭാവികമായിട്ടും എല്ലാ കായിക പ്രേമികൾക്കും മെസ്സിയൊക്കെ കേരളത്തിൽ വന്നാൽ ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലേ? മെസ്സി മാത്രമല്ല, മെസ്സിയും റൊണാൾഡോയും നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഇവരൊക്കെയും. എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ കേരളത്തിൽ വന്നാൽ അത് ആര് കൊണ്ടുവന്നാലും അത് ഭയങ്കര നല്ലതാണ്, കിടിലമാണ്. അപ്പം ആ ഒരു ആഗ്രഹം അദ്ദേഹവും പങ്കുവച്ചിട്ടുണ്ട്.